അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഫീൽഡ് വർക്കർ തസ്തികയിൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിൽ ഫീൽഡ് വർക്കർ നിയമനത്തിന് 2019 ഡിസംബർ 31 PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 8ാം ക്ലാസ് വരെ പഠിച്ചവർക്ക് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാമെന്നായിരുന്നു വിജ്ഞാപനത്തിലെ യോഗ്യതയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് 14 ജില്ലകളിലായി 5 ലക്ഷത്തോളം പേര് അപേക്ഷ സമർപ്പിച്ചു. 10ാം തലം തസ്തികകൾ ഉൾപ്പെടുത്തി ഇവർക്ക് 5 ഘട്ടമായിട്ട് പ്രാഥമിക പരീക്ഷയും നടത്തി. അതിനുശേഷം അതിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയ്ക്കും പ്രത്യേകമായിട്ട് അർഹതാ പട്ടികയും പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് 2021 ഡിസംബറിൽ മുഖ്യ പരീക്ഷയും നടത്തി. 14 ജില്ലകൾക്കുമായിട്ട് ഏകദേശം 40,000 പേര് മുഖ്യ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇതിൻ്റെ മൂല്യനിർണ്ണയമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം സാധ്യതാ പട്ടിക തയ്യാറാക്കുന്ന അവസരത്തിലാണ് യോഗ്യതയിൽ ആരോഗ്യവകുപ്പ് ഒരു മാറ്റം വരുത്തിയത്. PSCയുടെ ശ്രദ്ധയിൽ അത് വരികയും ചെയ്തു. ഇത് ഉൾപ്പെടുത്തി 2022 ഒക്ടോബർ 12 PSC തിരുത്തൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 8ാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം എന്ന യോഗ്യതയാണ് 7ാം ക്ലാസ് വിജയിക്കണമെന്നും ബിരുദം നേടാൻ പാടില്ല എന്നും തിരുത്തിയത്. ഇതോടെ ഈ വിജ്ഞാപനത്തിന് അപേക്ഷ ബിരുദധാരികൾ അയോഗ്യരായിട്ട് മാറി. ഇവരുടെ അപേക്ഷ അസാധുവാക്കിയെന്നാണ് PSC അറിയിച്ചത്. അർഹതാ പട്ടികയിൽ ഇടപെട്ട് പരീക്ഷ എഴുതിയവരുടെ ബിരുദധാരികളല്ലെന്ന് സത്യവാങ്മൂലം വാങ്ങി. അങ്ങനെ വിജ്ഞാപനത്തിന് അപേക്ഷ സമർപ്പിച്ച അവസാന തീയതിയായ 2020 ഫെബ്രുവരി 5 അതിന് മുമ്പോ ബിരുദം നേടിയിട്ടില്ലെന്നാണ് സത്യവാങ്മൂലം നൽകേണ്ടത്. ആ തീയതിക്ക് ശേഷം ബിരുദം നേടിയവരുടെ അപേക്ഷകൾക്ക് അയോഗ്യതയില്ലെന്ന് PSC അറിയിച്ചു. ഇതിനെതിരായാണ് ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. അങ്ങനെ ആരോഗ്യവകുപ്പിലെ ഫീൽഡ് വർക്കർ നിയമന നടപടികൾ തുടരാൻ PSC അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് അനുമതി നൽകി. പരിഷ്കരിച്ച യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. 7ാം ക്ലാസ് വിജയമായിരിക്കണം, എന്നാൽ ബിരുദധാരിയാകരുത് എന്നാണ് പരിഷ്കരിച്ച യോഗ്യത. വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച ശേഷം യോഗ്യതയിൽ മാറ്റം നിർദ്ദേശിച്ച PSCയുടെ തിരുത്തൽ വിജ്ഞാപനം റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി തള്ളി. കാലാകാലം സർക്കാർ നിർദ്ദേശിക്കുന്ന യോഗ്യതകൾക്കനുസരിച്ചാണ് വിജ്ഞാപനവും തിരുത്തൽ വിജ്ഞാപനവും ഒക്കെ തയ്യാറാക്കുന്നതെന്ന PSCയുടെ അഭിപ്രായം കോടതി അംഗീകരിച്ചു. ഇതോടെ 2019 ആരംഭിച്ച നിയമന നടപടികൾ പൂർത്തിയാക്കാൻ PSCക്ക് കഴിയും. 2021 ഡിസംബറിൽ നടത്തിയ മുഖ്യ പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയെങ്കിലും കോടതിയുടെ ഇടക്കാല വിധിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളൊക്കെ നിർത്തിവെക്കുകയായിരുന്നു. മുഖ്യപരീക്ഷയുടെ മാർക്ക് അനുസരിച്ച് തസ്തികയ്ക്ക് വേണ്ട സാധ്യതാ പട്ടിക PSCക്ക് പ്രസിദ്ധീകരിക്കാം. അപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 147 ഒഴിവുകളാണ്. ഫീൽഡ് വർക്കറുടെ 147 ഒഴിവുകളാണ് 14 ജില്ലകളിലായിട്ട് ഇതുവരെ PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്താണ് കൂടുതൽ ഒഴിവുകൾ. എത്ര എണ്ണമാണ്? 25 എണ്ണം. കൊല്ലത്ത്, ഇടുക്കിയിലും ഓരോ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത്. ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 25, കൊല്ലം 1, പത്തനംതിട്ട 5, ആലപ്പുഴ 20, പിന്നെ കോട്ടയം 8, ഇടുക്കി 1, എറണാകുളം 10, തൃശ്ശൂർ 12, പാലക്കാട് 11, മലപ്പുറം 7, കോഴിക്കോട് 16, വയനാട് 7, കണ്ണൂർ 17, കാസർഗോഡ് 7. ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം.
അപ്പോൾ ഫീൽഡ് വർക്കർ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. യോഗ്യതാ പരിഷ്കാരത്തിന് എതിരായ ഹർജി ട്രൈബ്യൂണല് തള്ളുകയും ചെയ്തു. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ വളരെ കാലം കാത്തിരുന്ന ഒരു സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ബാക്കിയുള്ള നിയമന നടപടികളിലേക്കൊക്കെ നീങ്ങുന്നതിന് എന്നാകുമെന്നുള്ള ഒരു ആകാംക്ഷയോടെ കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു അനുകൂല വാർത്തയാണ്. അവർ പ്രതീക്ഷിച്ചിരുന്ന കുറേ അധികം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്ന വിധി വേറെ രീതിയിലായിരുന്നു. മറ്റൊരു കുറേ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്നത് വേറെ രീതിയിലായിരുന്നു. എങ്ങനെയാണെങ്കിലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആകാംക്ഷ അങ്ങനെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഫീൽഡ് വർക്കർ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.